ഒരു ഡീസൻറ്റ് ത്രില്ലർ ചിത്രം, ആവശ്യത്തിന് തിരക്കഥയിലനുസരിച്ച് മാത്രം ഹൈ മൊമെൻറ്റ്സ് ഉള്ള, മികച്ച രീതിയിലുള്ള കഥാപാത്രങ്ങളുടെ പോർട്രേകളുള്ള, മികച്ച പ്രകടനങ്ങളുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ സംവിധാനം ചെയ്തിട്ടുള്ളൊരു ചിത്രമാണ് രേഖാചിത്രം. ഇതാണ് ഷോർട്ട് റിവ്യൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കാം. ആസിഫ് അലി നായകനായി അനശ്വര രാജൻ, മനോജ് കെ ജയൻ, സിദ്ദിഖ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന രേഖാചിത്രം റിലീസിന് മുൻപ് തന്നെ ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ചിത്രമാണ്. അതിനകത്ത് മമ്മൂട്ടി ഉണ്ടോ തുടങ്ങിയ ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആസിഫ് അലി ഒരു പോസ്റ്റ് ഇട്ടിട്ട് മമ്മൂട്ടിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു ഹൈപ്പിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ ലുക്ക് പോസ്റ്റർ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ഹൈപ്പ്, സിനിമയ്ക്കുള്ളിലെ കഥയാണോ എന്നത് സംബന്ധിച്ചാണ് സിനിമ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് നേരെ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് തന്നെ പോകാം. 1985 നടന്ന ഒരു കൊലപാതക കേസ്, അത് വീണ്ടും ചുരുളഴിക്കുകയാണ് ആസിഫ് അലിയുടെ കഥാപാത്രം. ആ അന്വേഷണത്തിൽ തന്നെയാണ് സിനിമ തുടക്കം മുതൽ അവസാനം വരെ നീങ്ങുന്നത്. കാതോട് കാതോരം എന്ന സിനിമയുടെ സെറ്റിൽ നടക്കുന്ന ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലായിരിക്കാം ഈ ചിത്രത്തിൻ്റെ അന്നത്തെ അന്വേഷണ ഘട്ടം നിന്നെടുത്ത് നിന്ന് ഇപ്പോൾ വീണ്ടും റീ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. പതിവായി നമുക്ക് ആദ്യം പ്രകടനങ്ങളിലേക്ക് തന്നെ പോകാം. ആസിഫ് അലി പോലീസ് ഓഫീസറായിട്ട് വീണ്ടും തിളങ്ങുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ മീറ്റർ അനുസരിച്ച് അതുപോലെ പെർഫോം ചെയ്തു. അനശ്വര രാജൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു അധികമായ ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. അത് മികച്ച രീതിയിൽ തന്നെ അനശ്വരയെ കാണാൻ സാധിച്ചു. ഒരു എലഗൻസ്, ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു അനശ്വരയുടെ കഥാപാത്രത്തിന്. പ്രത്യേകിച്ച് ഉടനീളം അനശ്വരയെ സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ തന്നെ ആ ക്യാരക്ടറിന് അനശ്വര തന്നെയായിരുന്നു മാച്ച് പെർഫെക്റ്റ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ. അതോടൊപ്പം എടുത്ത് സൂചിപ്പിക്കേണ്ട പ്രകടനങ്ങളിൽ ഒന്നാണ് മനോജ് കെ ജയൻ. ഈ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റൽ കഥാപാത്രമായിട്ട് മനോജ് കെ ജയൻ എത്തുകയാണ്. സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു പ്രൗഢി നിറഞ്ഞ ആ ഒരു ക്യാരക്ടർ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പ്രകടനം ബേസ് മികച്ചതായിട്ട് തോന്നി. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ കഥയും തിരക്കഥയുമാണ് തോന്നിയത്. ഇതൊരു ത്രില്ലർ ചിത്രമാണെങ്കിൽ പോലും സാധാരണയായി കണ്ടുവരുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ ജോണറിലല്ല ഈ സിനിമ ഒരുക്കപ്പെടുന്നത്. ഒരു ത്രില്ലറാണ്. ആ കേസ് അന്വേഷണം എങ്ങനെയാണോ പോകുന്നത് അതനുസരിച്ച് മാത്രം ആ സിനിമയുടെ മീറ്റർ ഉടനീളം പിടിച്ചുകൊണ്ട് പ്രേക്ഷകരെ മനഃപൂർവ്വമായി എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറിലേക്ക് കൊണ്ടുവരാതെ വളരെ നീറ്റായി ആ സ്ക്രീൻ പ്ലേ ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രേക്ഷകരിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിൻ്റെ പുറത്ത് മാത്രം ഈ സിനിമ എടുത്തതുപോലെ ഫീൽ ചെയ്തു. കാരണം അങ്ങനത്തെ അനാവശ്യമായ ഗിമ്മിക്സുകളൊന്നുമില്ലാതെ 2 മണിക്കൂർ 20 മിനിറ്റ് പറയേണ്ട കഥ എങ്ങനെയാണോ അതനുസരിച്ച് വൃത്തിയായി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക്, മികച്ച രീതിയിലേക്ക് സംവിധായകനായ ജോഫിൻ ടി ചാക്കോ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ പ്രീസ്റ്റ് കൃത്യമായി എനിക്ക് വർക്കൗട്ട് ആയില്ല. തിരിച്ച് രേഖാചിത്രത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പല ഫ്ലോസും തിരുത്തിക്കൊണ്ട് ഈ ചിത്രത്തിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാമു സുനിൽ റൈറ്റർ ആണ് ഈ പടത്തിൻ്റെ തിരക്കഥാകൃത്തും കൂടിയാണ്. അദ്ദേഹം ക്ലീൻ ആയിട്ടുള്ള തിരക്കഥയാണ്. അതായത് നമുക്കൊരു അന്വേഷണം എങ്ങനെയാണോ തുടങ്ങുന്നത്, അത് ഏത് രീതിയിലാണോ കൊണ്ടുപോകുന്നത്, അതെല്ലാം കൃത്യമായ ഒരു മീറ്റർ സോണിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. അനാവശ്യമായ ഗിമ്മിക്സുകൾ വീണ്ടും പ്ലേസ് ചെയ്യാതെയുള്ളൊരു എഴുത്താണ്. ആ എഴുത്തിനകത്ത് കൃത്യമായി ഈ 1985 കേസാണെങ്കിൽ പോലും അന്ന് സംഭവിച്ചൊരു ഘടകമാണ്, അന്ന് സംഭവിച്ചൊരു ഫാക്ടറാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വീണ്ടും മാറ്റിയും തിരിച്ചുമൊക്കെ വരുമ്പോഴേക്കും എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഈ സിനിമയുടെ തിരക്കഥയിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം മികച്ച രീതിയിൽ സ്ക്രീനിൽ കാണുമ്പോഴേക്കും നമുക്കതൊരു മികച്ചൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എടുത്ത് സൂചിപ്പിക്കേണ്ടത് മുജീബ് മജീദ് എന്ന മ്യൂസിക് ഡയറക്ടറിനെയും കുറിച്ചാണ്. ആവശ്യമായ ഹൈ മൊമെൻറ്റ്സിലെല്ലാം അദ്ദേഹത്തിൻ്റെ മ്യൂസിക് അദ്ദേഹം പ്ലേ ചെയ്തൊരു ഹൈ മൊമെൻറ്റിലേക്ക് കൊണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ചിത്രത്തിന് ആവശ്യമായ പല രംഗങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെതായ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരികയും ആ മ്യൂസിക് കൃത്യമായി ആ സ്ക്രീനിനോട് ഇഴുകി ചേർന്നുകൊണ്ട് തന്നെ പ്രേക്ഷകന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മേക്കിംഗ് ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരു തരത്തിലും ബോറടിപ്പിക്കാത്ത രീതിയിൽ പിടിച്ചു നിർത്തുന്നുണ്ട് ഇതിൻ്റെ കഥ. മാത്രമല്ല ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് തുടങ്ങിയ പല കാര്യങ്ങളും നമുക്കൊരു സെക്കൻഡ് ഹാഫ് തുടക്കത്തിലേക്ക് ആകുമ്പോൾ തന്നെ ക്ലൈമാക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്നാൽ പോലും അത് ഗ്രിപ്പിംഗ് ആയി കൊണ്ടുപോവുക എന്നുള്ളത് നിസ്സാര പണിയല്ല. അതുകൊണ്ട് തന്നെയാണ് ജോഫിൻ ടി ചാക്കോയ്ക്ക് ഒരു മികച്ച കയ്യടിയും കൂടി നേടുന്നത്. ആ സ്ക്രിപ്റ്റിൽ അത്രയും ഡീറ്റെയിലിംഗ് കൊണ്ടുവരികയും അത് പിടിച്ചെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഗിമ്മിക്കുകൾ ഇല്ലാതെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് നിസ്സാര സംഭവമല്ല. അതിൽ അണിയറ പ്രവർത്തകർ 100% വിജയിച്ചിട്ടുമുണ്ട്. ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ് കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. പല രീതിയിലും എക്സ്റ്റെൻഡഡ് രീതിയിൽ പോകാതെ ആവശ്യമായ പോയിന്റ്സിലൊക്കെ കട്ട് ചെയ്തുകൊണ്ട് അത് വളരെ ക്രിസ്പായി തന്നെ കൊണ്ടെത്തിക്കുക, അത് അവസാനം വരെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് നിസ്സാര ജോലിയുമല്ല. വളരെ ക്രിസ്പായി പറയേണ്ട കാര്യങ്ങൾ എന്താണോ പറയുക, അത് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അടുത്തതിലേക്ക് പോവുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഈ സിനിമയിൽ ഉടനീളം ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച സിനിമ എക്സ്പീരിയൻസ് ഈ സിനിമ നൽകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വൻ ഹൈപ്പിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു വലിയ സസ്പെൻസ് ത്രില്ലർ ജോണറിലൊക്കെയാണോ ഈ സിനിമ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയുടെ പുറത്ത് നിങ്ങൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ നിരാശ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ത്രില്ലറായിട്ട് ഇന്നയാളായിരിക്കും കൊലപാതകി, അന്നയാളായിരിക്കും, അങ്ങനെ ഒരു സസ്പെൻസ്
ജനറേറ്റ് ചെയ്യുന്ന ഒരു സിനിമയല്ല. ഇത് പക്ക ഡ്രാമ ത്രില്ലർ മോഡിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ പോകുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് അനശ്വരയുടെ കഥാപാത്രത്തിന് പ്രത്യേകിച്ച് എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് അഭിനയിക്കുക, നായികയായി എത്തുക, അതിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റായി എത്തുകയും അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അനശ്വരയുടെ കഥാപാത്രം നൽകുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അതെല്ലാം മികച്ച രീതിയിൽ ഈ സിനിമയ്ക്ക് നമുക്കൊരു എന്താ പറയുക, നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കുക എന്ന് പറയില്ല, അതുപോലെ അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ എസൻസ് മുഴുവൻ പ്രേക്ഷകരിലേക്ക് കിട്ടുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ക്യാമിയോസ് ഒക്കെ ഉണ്ട്. ആ ക്യാമിയോസ് എന്താണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി അറിയുക. മികച്ച ക്യാമിയോസ് മാത്രമല്ല, നമുക്ക് അന്നത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അന്നത്തെ സിനിമ വ്യൂയിങ്, അന്നത്തെ സിനിമ എക്സ്പീരിയൻസ് ഒക്കെ ജെൽ ചെയ്തുകൊണ്ട് ഈ സിനിമ മാറുന്നുണ്ട്. മാത്രമല്ല ഈ സിനിമയുടെ തുടക്കത്തിൽ അണിയറ പ്രവർത്തകരുടെ പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ പഴയ കാല സിനിമകളിൽ നമ്മൾ ഈ ഫോണ്ട് സ്റ്റൈലിംഗ് ഉണ്ട്. ആ ഫോണ്ട് സ്റ്റൈലിംഗ് പിടിച്ചുകൊണ്ട് തന്നെ പോകുമ്പോഴേക്കും നമുക്കതൊരു ഫ്രഷ്നെസ് ആണ്. ഇന്നത്തെ ഒരു ഡോൾബി അറ്റ്മോസ്, ഇന്നത്തെ ഒരു തിയേറ്ററിക്കൽ വ്യൂവിൽ പഴയ കാലത്തിലുള്ള സിനിമകളുടെ പേരെഴുതി കാണിക്കുമ്പോഴുള്ള ഫോണ്ട് സ്റ്റൈലിംഗ് കാണുമ്പോൾ തന്നെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. അത് തുടക്കം മുതൽ തന്നെ അത് ലഭിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് ഒക്കെ കടക്കുമ്പോഴേക്കും 1992, 93 കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരിക്കാം ഈ സിനിമ ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൃത്യമായി തന്നെ ഈ സിനിമയ്ക്കകത്ത് പോർട്രേ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത്യാവശ്യം കുറച്ച് ട്രോളുകളൊക്കെ ഉണ്ട്. ജേർണലിസ്റ്റ് പള്ളാശ്ശേരിക്കൊക്കെ ഉള്ള കൊട്ടുകൾ ഈ സിനിമ കൊടുത്തിട്ടുമുണ്ട്. പ്രിയദർശനും മോഹൻലാലും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ അങ്ങ് തട്ടിവിടുകയാണ്, അത് നമുക്ക് തോന്നും പോലെ നമ്മളങ്ങ് പറയുമെന്ന് തുടങ്ങിയ ജേർണലിസ്റ്റിക് അപ്രോച്ചസിനും ഈ സിനിമ അത്യാവശ്യം കൊട്ടു കൊടുക്കുന്നുണ്ട്. എന്നാലും ഒരു ക്ലീൻ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് തന്നെ രേഖാചിത്രം കൂട്ടാം. അധിക പ്രതീക്ഷകളൊന്നുമില്ല. അതൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് ചിത്രം അനുഭവപ്പെട്ടത്. അപ്പോൾ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ വിപരീത അഭിപ്രായങ്ങളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.